ഹലോ ഫ്രണ്ട്സ്, പതിവ് പോലെ തന്നെ ഒരു പണിയില്ലാതെ ഞാൻ വീട്ടിൽ ചുമ്മാ ഇരിപ്പായിരുന്നു. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഞാൻ ഇതിൻ്റെ ഒരു ലോറി ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് പാതിക്ക് അങ്ങ് നിന്നുപോയി. പാതിയല്ല, കാൽഭാഗമാകിയപ്പോൾ തന്നെ അങ്ങ് നിന്നുപോയി. സംഭവം എനിക്ക് ആ ഐഡിയ അങ്ങോട്ട് കിട്ടുന്നില്ല. അതെന്ത് എവിടെ തുടങ്ങണം. ഞാൻ പാൻസ് എല്ലാം വെട്ടിയെടുത്തിട്ടുണ്ട്, പക്ഷേ എനിക്കത് എങ്ങനെ തുടങ്ങണം എന്നൊരു ഐഡിയ ഇല്ലാത്ത രീതിയിലായിപ്പോയി. ടയർ വരെ ഞാൻ ഇതിന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ടയർ എന്ന് വെച്ചാൽ 10 ടയറുണ്ട് മൊത്തത്തിൽ. ബാക്കിൽ 8, ഫ്രണ്ടിൽ 2. അങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തത്. PVC പൈപ്പിൽ ഉണ്ടാക്കിയെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ആ PVC എടുത്ത് ഇപ്പോൾ കാണിച്ചത് ഞാൻ. ഏതെങ്കിലും കാര്യം കഴിഞ്ഞാൽ പിന്നെ കറിവേപ്പിലാണല്ലോ, അതാണ് ഇപ്പോൾ കണ്ടത്. ഇതിപ്പോൾ ഒരു ഐഡിയ ഇല്ലാത്ത രീതിയിലേക്ക് ഞാൻ എല്ലാ പാർട്സും വെട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ഡെയിലി എടുത്ത് നോക്കും, എനിക്ക് അങ്ങോട്ട് കണക്റ്റ് ആവില്ല. എന്താണ് എനിക്കൊരു മിസ്റ്റേക്ക് എന്ന് എനിക്ക് മനസ്സിലാവില്ല. അങ്ങനെ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇതിങ്ങനെ വെച്ചിരുന്നിട്ട് കാര്യമില്ല. ചുമ്മാ എത്ര ദിവസം കൊണ്ട് അതിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഐഡിയ ഇല്ലെങ്കിൽ നമുക്കങ്ങ് തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ ഐഡിയ വന്നോളണമെന്നില്ല, ചിലപ്പോൾ കിട്ടും, നമുക്ക് ഐഡിയ താനെ കിട്ടിക്കൊടുക്കും. അപ്പോൾ അങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് എവിടെ നിന്നെങ്കിലും തുടങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങ് തുടങ്ങിയത്. ഞാൻ ആദ്യം കരുതി പ്ലാറ്റ്ഫോം തുടങ്ങാമെന്നാണ് കരുതിയത്. പക്ഷേ പ്ലാറ്റ്ഫോമിൻ്റെ അതിനെയും പണിയുണ്ട്, കുറേ പണിയുള്ളതുകൊണ്ട് ഞാൻ നൈസായിട്ട് ആ പൊങ്ങണം താക്കണം സാധനമില്ലേ, അതിന് വേണ്ടി അത് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അതിനുള്ള പണി തുടങ്ങി. അല്ലെങ്കിലും വരുന്നൊരു കാര്യം ഇങ്ങനെയാണ്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുമ്പം എവിടെ നിന്നെങ്കിലുമൊക്കെ പണി എങ്ങനെയെങ്കിലുമൊക്കെ വരുന്ന തരത്തില്ലേ. അത് ചുമ്മാ അല്ല ഗൈസ്. കാരണം എനിക്കിപ്പം ഞാനിപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഇപ്പോൾ കുറച്ച് വീഡിയോസ് ഇട്ട് തുടങ്ങിയപ്പം തന്നെ എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ പാതി വര വീണു. എങ്ങനെയാണെന്നൊരു പിടിയില്ല ഗൈസ്. അത് പണി കിട്ടി. വണ്ടിയിലാണെങ്കിൽ ഇപ്പോൾ മൊത്തത്തിൽ കംപ്ലൈൻ്റ് ആയിട്ട് വണ്ടി ഇരിപ്പുണ്ട്. സമ്മതിക്കില്ല ഗൈസ്. നമ്മളൊന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉഷാറായിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുമ്പോൾ എവിടെ നിന്നെങ്കിലൊക്കെ ഇങ്ങനെ പണി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇട്ടുകൊണ്ടുവന്ന ഷോർട്സ് വീഡിയോ ഇല്ലേ ചലഞ്ചിൻ്റെ, അതിനാണെങ്കിൽ ഇത്രയും ദിവസം ഒരു 200 ആ ഒരു ലെവലിലൊക്കെ വ്യൂസ് കയറുമായിരുന്നു. ഇപ്പോൾ ഈ വീഡിയോ ഇട്ടതിന് ശേഷമാണെങ്കിൽ എനിക്ക് 10, 20. എന്തുവാ ഗൈസ് ഇത്? നമ്മൾ തളർത്താൻ വേണ്ടി നോക്കുകയാണെന്നൊരു പിടിയുണ്ട്. തളരില്ല, അത് വേറെ കാര്യം. ഞാൻ അതൊക്കെ പോയിട്ട് അതൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ ഒരു വീഡിയോ തുടങ്ങിയിട്ട് 1 മാസം ഒത്തിരി കൂടുതലല്ലായുള്ളൂ. കഷ്ടപ്പെട്ട് തന്നെ കിട്ടും, അല്ലാതെ പെട്ടെന്ന് കിട്ടിയിട്ട് ഒരു കാര്യമില്ല. കഷ്ടപ്പെട്ട് വ്യൂസ് കയറിയാലേ ആൾക്കാരൊക്കെ ഒന്ന് അറിഞ്ഞു വന്നാലേ അതിൻ്റെ ഒരു കാര്യമില്ല. അല്ലാതെ ചുമ്മാ മറ്റേ പറഞ്ഞ് സബ്സ്ക്രൈബൊക്കെ ചെയ്യിച്ചിട്ടൊരു കാര്യമില്ല എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അധികം ആയിട്ടും പറയാനും പോകത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു. ഇനി പ്ലാറ്റ്ഫോമൊക്കെ ആണെങ്കിൽ ഇനി ഒന്നേന്ന് ചെയ്യണം. അതിൻ്റെ ഷേപ്പൊക്കെ മാറിയിരിക്കുന്നുണ്ട്. ഇനി അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ കുറച്ച് സമയം എടുക്കും. അതെല്ലാം കഴിഞ്ഞ് ഈ സ്ഥലം പോയിക്കാൻ നോക്കിയപ്പോൾ അടുത്ത പണി. ഇത് വളവും തിരിവൊക്കെ ആയിരിക്കുന്നുണ്ട്. ഇനി അതൊന്നേന്ന് ഹീറ്റാക്കി വയ്ക്കണം. പിന്നെ PVC പൈപ്പ് ആയതുകൊണ്ട് പെട്ടെന്ന് ഹീറ്റാക്കി എടുക്കാനും പറ്റും. അതും നോക്കിയിരുന്നപ്പോൾ അടുത്തത് വർക്കൗട്ടായ സമയമായി. ഞാൻ കരുതി ഇനി എന്തായാലും ഇതിൻ്റെ ബാക്കി നാളെ ചെയ്യാം, അതെല്ലാം സ്ട്രെയിറ്റ് ആക്കി എടുക്കാനും കുറച്ച് സമയം എടുക്കും. അതെല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ നേരെ പോയത് റൂം ക്ലീൻ ചെയ്യും. റൂം മാത്രമല്ല, ഹാളും എല്ലാം ഞാൻ തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത്. ഇപ്പം ഞാൻ വേറെ പണിക്കൊന്നും പോകത്തുണ്ട്. വീട്ടിലത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം വേണ്ടെന്ന് കരുതി ഞാൻ തന്നെ അങ്ങ് ഏറ്റെടുത്താണ് ഈ ജോലിയൊക്കെ. അപ്പോൾ എന്തായാലും ഗൈസ്, ഇതിൻ്റെ ബാക്കി വീഡിയോ നാളെ വരുന്നതായിരിക്കും. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം. ഇതിലും കിട്ടുന്ന വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം.